അലൈനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന മിക്കവരും വിചാരിച്ചിരിക്കുന്നത് അലൈനസ് ചെയ്യണോ ബ്രേസസ് വേണോ എന്നുള്ള തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ശരിക്കും അതൊരു ഓർത്തഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞ അലൈനറിൻ്റെ അല്ലെങ്കിൽ ബ്രേസസിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം ഡിസൈഡ് ചെയ്യേണ്ടത്. നമ്മുടെ പല്ലുകളുടെയും എല്ലിൻ്റെയും എല്ലാം ആരോഗ്യം ഒരു OPG എക്സ്റേയിലൂടെ മനസ്സിലാക്കി എന്താണോ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് അവരായിരിക്കണം നിർദ്ദേശിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അണ്ണാക്കിലോ അല്ലെങ്കിൽ ഈ കോമ്പല്ലിൻ്റെ അവിടെയൊക്കെ ചില പല്ലുകൾ ഇമ്പാക്റ്റഡ് ആയി കിടക്കും, അതായത് പുറത്തേക്ക് വരാണ്ട്. അതിനെ പുറത്തേക്ക് എടുത്തിട്ട് വേണം നമ്മുടെ ചികിത്സ കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബ്രേസസ് ആണ്. ഇതെല്ലാം അവർക്ക് നോക്കി ഡിസൈഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ ഏജ് ആയവർ ചിലർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചെറുതായിട്ട് ഇളകുന്ന പല്ലുകൾ, അതിലും അലൈനേഴ്സ് അല്ലെങ്കിൽ ബ്രേസസ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസുകളിലെല്ലാം കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് പോകാൻ. എത്ര ഫോഴ്സ് അവർക്ക് കൊടുക്കാം, ഏത് രീതിയിൽ ബയോമെക്കാനിക്സ് യൂസ് ചെയ്യണം, ഇതെല്ലാം കുറച്ചും കൂടി ചെയ്യാൻ പറ്റും ഒരു സ്പെഷ്യലിസ്റ്റിന്. അലൈനേഴ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, എസ്തെറ്റിക് അപ്പിയറൻസിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. എസ്തെറ്റിക് അപ്പിയറൻസിന് മാത്രമല്ല, ചിലപ്പോൾ ക്രൂക്കഡായ പല്ലുണ്ടെങ്കിൽ നമുക്ക് നേരെ തെറ്റിരിക്കുന്ന പല്ലുകളുണ്ടെങ്കിൽ ആ പല്ലിൻ്റെ ഇടയിലെല്ലാം നോർമൽ ബ്രഷിങ്ങിലൂടെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാവിറ്റീസും പ്ലാക്ക് ഇരിക്കുന്നതും അവർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഗം ബ്ലീഡിങ്ങും ഗം ഡിസീസും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷണൽ റീസൺസും ഉണ്ട്. അത് കൂടാണ്ട് പുറകിലെ പല്ലുകളുടെ എല്ലാം ബൈറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആസ്പെക്റ്റ് കൂടി നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റാണ്. നമ്മൾ ബ്രേസസ് ഇടുമ്പോൾ 24 hours നമ്മുടെ വായിൽ തന്നെ ബ്രേസസ് അല്ലെങ്കിൽ കമ്പി കിടക്കുന്നുണ്ട്. അപ്പം നമുക്കതിലൊരു ഓപ്ഷനില്ല ആ ട്രീറ്റ്മെൻറ്റ് പോസ് ചെയ്യാനോ അങ്ങനെയുള്ളതൊക്കെ. കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് നടന്നു പോകും. അലൈനേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും 2 hours നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്നത്, 22 hours. ആ 22 hours എന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റ് കമ്മിറ്റ്മെൻറ്റ് വേണ്ട കാര്യമാണ്. ആ കമ്മിറ്റ്മെൻറ്റ് കുറവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല. ആ എൻഡ് റിസൾട്ടിനെ അത് എഫക്റ്റ് ചെയ്യും. അതായത് ഓഫ് ട്രാക്ക് പോകാമെന്ന് പറയും. നമ്മൾ ഇടുന്ന അലൈനേഴ്സ് ലൂസ് ആവുകയോ ഇടുന്ന അലൈനേഴ്സ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുകയോ ചെയ്യുമ്പോൾ അതിനുള്ളൊരു ഇൻഡിക്കേഷൻസ് ആണത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്. അലൈനേഴ്സ് ആണെങ്കിലും ബ്രേസസ് ആണെങ്കിലും ടൂത്തിനെ പുതിയൊരു പൊസിഷനിലേക്ക് റീപൊസിഷനാണ് ചെയ്യണത്. അവിടെ ബോൺ റീമോഡലിംഗ് എന്നുള്ളൊരു പ്രൊസീജിയർ വഴിയായിട്ടാണ് ആ പല്ല് പുതിയ പൊസിഷനിലേക്ക് നീങ്ങി അവിടെ ഉറച്ച് കിട്ടുന്നത്. അപ്പോൾ അതിനൊരു ആവശ്യമായ ഫോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫാസ്റ്റ് ആക്കാനായിട്ട് സ്പീഡ് കൂട്ടാനോ അല്ലെങ്കിൽ ഫോഴ്സ് കൂട്ടാനോ ഒന്നും അത്ര സയൻറ്റിഫിക്കലി റെക്കമെൻഡഡ് അല്ല. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റീറ്റെയിനേഴ്സിൻ്റെ യൂസ്. റീറ്റെയിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത റിസൾട്ടിനെ റീറ്റെയിൻ ചെയ്യാനുള്ള ഒറ്റക്കമ്പി അല്ലെങ്കിൽ അലൈനർ തന്നെയുണ്ട്, S6 റീറ്റെയിനർ എന്നൊക്കെ പറഞ്ഞ്. ഇത് നിർബന്ധമായും നമ്മൾ അലൈനർ ചികിത്സയ്ക്ക് ശേഷം ഇട്ടിരിക്കണം. കാരണം ബ്രേസസ് ആണെങ്കിലും അലൈനറാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പല്ലിനെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈഡ് പൊസിഷനിലേക്ക് നീക്കിക്കൊണ്ട് വന്നു. ആ പൊസിഷനിൽ തന്നെ ആ പല്ല് നിന്നാലാണ് അതേപോലെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ 22 മണിക്കൂറിട്ട് അലൈനർ പെട്ടെന്നൊരു നിമിഷം ഊരി കഴിയുമ്പോഴത്തേക്കും പല്ലിന് എപ്പോഴും ടെൻഡൻസിയാണ് പഴയ രീതിയിൽ നീങ്ങി പഴയ പൊസിഷനിലേക്ക് പോകാൻ. അത് ഉണ്ടാവാണ്ടിരിക്കാനാണ് നമ്മൾ റീറ്റെയിനർ ഇട്ട് കൊടുക്കുന്നത്. റീറ്റെയിനർ ഇടുമ്പോൾ പെട്ടെന്ന് ആ ഫോഴ്സ് പല്ലിന് അപ്രതീക്ഷ ആവില്ല, പതുക്കെ പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പല്ലിന് ചുറ്റുമുള്ള ബോണിന് റീമോഡൽ ചെയ്യാനും പല്ലിനെ നല്ലൊരു പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അലൈനർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ.